ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മീനാക്ഷി ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി ഞാനിത് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എല്ലാ സപ്പോർട്ടും വേണം, അതേപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനും വേണം. അതേപോലെ തന്നെ നല്ലൊരു ഉയർച്ചയിലേക്ക് നമ്മുടെ ചാനൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട്സും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വീഡിയോസ് മാത്രമല്ല, നമ്മൾ പല വീഡിയോസും ഇതിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊരു ഗ്രോത്തായിട്ട് നമ്മുടെ ഈ ചാനൽ ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആദ്യമായിട്ടാണ് തുടങ്ങുന്നതും. പിന്നെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ആ ജോലിയുടെ ബാലൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഹാവ് എ നൈസ് ഡേ. ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് അത് നമ്മൾ ഒരു ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ ഒരു അതിനും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്ത് ഒന്ന് മൂപ്പായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ സവാള, ക്യാരറ്റ്, പിന്നെ കുരുമുളക് പൊടി എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക. മുളക് എല്ലാം റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഇടുക. അതേപോലെ തന്നെ കാഷ്നട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് നല്ല രീതിയിൽ മൂപ്പിക്കുക. ഒരു ആവറേജ് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ. അതേപോലെ തന്നെ ഒരു ലേശം ഉപ്പ് ചേർത്തിരിക്കണം കേട്ടോ. അപ്പോൾ വേഗം ബ്രൗൺ കളർ ആവാനായിട്ട് അത് സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ റെസിപ്പി തയ്യാറാക്കാനായിട്ടുള്ളൊരു പെട്ടെന്ന് നമുക്കൊരു റെസിപ്പി തയ്യാറാക്കാനും നല്ല ടേസ്റ്റോടുകൂടി റെസിപ്പി തയ്യാറാക്കാനും നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അരിഞ്ഞു വെച്ചതൊക്കെ നമ്മളതിലിടാം. ഇത് ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെ പല പേരിലും പല സ്ഥലത്തും അറിയപ്പെടും. നമ്മൾ പറയുന്ന ഇഷ്ടം എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കിസ്മസ്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മോർണിംഗ് ഒരു ജോലിക്ക് പോകണം, എമർജൻസി ആയിട്ട്. അപ്പോൾ ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞ് നമ്മൾ ഫുൾ ടൈം ഈ പറഞ്ഞ കുക്കിങ് കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഇനിയും യാത്രകൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ പല യാത്രകളും നമ്മൾ പുതിയ കണ്ടൻറ്റൊക്കെ ഇനി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഇതിൽ മീനൂസ് ട്രാവൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ മീനാക്ഷി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മീനൂസ് ട്രാവൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. മീനൂസ് ട്രാവൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നമ്മളിത് ആഡ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു കണ്ടൻറ്റാണ്. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ തേങ്ങ പാല് ചേർക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ മിക്സിയിലടിച്ച് അതിൻ്റെ ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പിട്ടൊന്ന് ഇത് ചെയ്തിട്ട് നമ്മൾ ചേർക്കുക. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഉണ്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണിത്. ഈ കുറുമ സിമ്പിളും ഏറ്റവും ഇതിൽ ഹെൽത്തിയുമാണ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം ചേർക്കുക. ഉണ്ടാക്കുന്നതാണ്. ഇതിൽ അത്ര വലിയ എളുപ്പമായിട്ടുള്ള ഇതുമാണ്, റെസിപ്പിയാണ്. അതുകൂടാണ്ട് തന്നെ ഇത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നു, നമുക്ക് പെട്ടെന്ന് ഇത് സെർവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതാണ്. അപ്പോൾ ഞാനിത് ഇന്നെന്തായാലും അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഉണ്ടാക്കി ഒരു ഇഷ്ടു കറി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പൊറോട്ട അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് നമ്മളൊരു കൃത്യമായിട്ട്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാനലിൽ നമ്മളിത് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഇത് കണ്ട് നിങ്ങൾ ഇതിൻ്റെ
കമൻസ് പറയുക, അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. മിനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഗ്രോത്ത് ചെയ്യിപ്പിക്കുക.